ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുമിച്ചിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയെ, ഖദീജ വരുന്നുണ്ട്. തങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ടാണ് ഖദീജ വരുന്നത്. ഖദീജ വരുമ്പോൾ നമ്മുടെ നാഥനായ റബ്ബിൻ്റെയും എൻ്റെയും സലാം ഖദീജക്ക് പറയണം. അതോടൊപ്പം സ്വർഗത്തിൽ മുത്തുകൾ കൊണ്ടുള്ള ഒരു മണിമാളിക ഖദീജക്കുണ്ട് എന്ന സന്തോഷ വാർത്ത ഖദീജയോട് തങ്ങൾ പറയുകയും ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഇത്രയും വലിയൊരു മണിമാളിക ലഭിക്കാനുള്ള കാരണം? ശുഐബ് അബി താലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്തുള്ള ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് വല്ലാതെ വിഷമിച്ചു ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖദീജ, നീ വലിയ പ്രമാണിയായ ഒരാളുടെ മകളായിരുന്നു. വേലക്കാരികളും വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നവളാണ്. എൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ നിനക്കൊരുപാട് വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്, വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നിനക്ക് തിരികെ ആ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഖദീജ ഉമ്മ പറയാണ്, നബിയെ, തങ്ങൾ എന്നെപ്പറ്റി അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? തങ്ങൾ തിന്ന ഭക്ഷണത്തിന്റെ ബാക്കി തിന്നാനാണ് ഈ ഖദീജ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കാനാണ് ഈ ഖദീജ ആഗ്രഹിക്കുന്നത്. അതെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖദീജ ഉമ്മയുടെ ആണ്ടിന്റെ ദിവസമാണ് റമളാൻ 10. മഹദിക്ക് വേണ്ടി നമുക്കൊരു ഫാത്തിഹ ഓതാം. അസ്സലാമു അലൈക്കും.